ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം, സ്വിറ്റ്സർലാൻഡ്. അവിടെയാണ് ഇന്നിപ്പോൾ ഞാനുള്ളത്. അത് നമ്മൾ സ്വപ്നത്തിലാണോ, നമ്മൾ എന്താ ഇത് ശരിക്കും കാണുന്നതാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ശരിക്കും അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയാൻ നമുക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പം അവിടുത്തെ ആൽപ്സിലേക്ക് പോകാനാണ് ഞങ്ങൾ ഇപ്പം താഴത്തുനിന്ന് ഗ്രിൻഡൽവാൾ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഈഗർ എക്സ്പ്രസ് കേബിൾ കാറിൽ കയറി നമ്മൾ ആൽപ്സിലേക്ക് പോവുകയാണ്. അപ്പം അത് ഹാഫ് ദ വേ നമ്മൾ ഈ കേബിൾ കാറിൽ പോവും. അവിടെ നിന്ന് ബാക്കിയുള്ളത് ട്രെയിനിൽ പോവും. അതാണ് ലോകത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ആ പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ നമ്മൾ മുകളിൽ കേബിൾ കാറിൽ വഴി കയറുകയാണ്. കയറുമ്പം കാണുന്ന കാഴ്ച നമുക്ക് എന്താ പറയുക, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, കേബിൾ കാറിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഇതുപോലെയായിരുന്നു. നമുക്ക് നോക്കണോ, ഫോട്ടോ എടുക്കണോ, വീഡിയോ എടുക്കണോ, കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത പോലെ ഏത് ഭാഗത്തും ഒന്നും നമ്മൾ മിസ് ചെയ്യരുത് എന്നുള്ളൊരു രീതിയിൽ ശരിക്കും ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗം നമുക്ക് തോന്നും. അത്രയ്ക്ക് സുന്ദരമായിട്ട്, അത്രയ്ക്ക് ഭംഗിയായിട്ടും ആ ലാൻഡ്സ്കേപ്പിങ്ങും ആ റോഡും അവരതൊക്കെ എങ്ങനെ ഇത്ര നീറ്റായിട്ട് എങ്ങനെ വയ്ക്കുന്നു, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അത് മുകളിൽ ഇനിയും കയറി പോകുമ്പം മഞ്ഞുകൾ മാത്രം, സമുദ്രം പോലെ കിടക്കുന്ന മഞ്ഞ്, നമ്മൾ നോക്കത്താ ദൂരത്ത് മഞ്ഞുകൾ. എന്താ പറയുക, നമുക്ക് ആ കാഴ്ച എത്ര കണ്ടാലും എത്ര നമ്മൾ ക്യാപ്ചർ ചെയ്താലും അത് നമുക്ക് മതിയാവില്ല. നമുക്ക് കണ്ണിനും അത് മതിയാവില്ല. കാര്യം ഓരോ പോയിൻറ്റും, നമ്മൾ കണ്ണടച്ച് നോക്കുന്നതും നമുക്ക് സ്വപ്നം പോലെ തോന്നുന്ന സ്ഥലമാണിത്. ഇവിടെ നമുക്കിപ്പം 15 മിനിറ്റ്സാണ് ഇവിടെ നിന്ന് ഈ കേബിൾ കാറിൽ പോകാനായിട്ട്. 15 to 20 മിനിറ്റ്സ് എടുക്കും. അവിടുന്ന് മഞ്ഞാണ്. ഇനിയിപ്പോൾ മഞ്ഞായി, ഫുൾ മഞ്ഞാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു സ്റ്റോപ്പിൽ പോയാൽ അവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് വേണം ജുങ്ഫ്രാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണ് ടോപ്പ് ഓഫ് ദി യൂറോപ്പ് എന്ന് പറയുന്നു അവർ. പക്ഷേ മൗണ്ട് ഇറ്റ്ലീസും ഒക്കെ ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത് നമുക്ക് ഏത് വേണമെങ്കിലും ആൽപ്സിൻ്റെ 2-3 സ്ഥലം, പർവ്വതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണതൊക്കെ. നമുക്ക് അവിടെ പോവാം എവിടെ വേണമെങ്കിലും. അപ്പോൾ ഈ ജുങ്ഫ്രോ ആണ് സാധാരണ എല്ലാവരും എന്ന് വെച്ചാൽ അതാണ് ടോപ്പ് ഓഫ് ദി യൂറോപ്പ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ പിന്നെ കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലെത്തും. അവിടുന്ന് നമ്മൾ പിന്നെ എല്ലാം ടണലാണ്. അപ്പോൾ അത് കാരണം ആ ഒരു ബ്യൂട്ടി നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളിനി അടുത്തത് ഞാൻ ട്രെയിൻ യാത്രയെപ്പറ്റി പറയാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ദിവസം ഇടാം. അതുവരെ എല്ലാവർക്കും ബൈ.